കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കഴകം ജോലി BA ബാലു രാജിവെച്ചു. ഇന്നലെ ലീവ് കഴിഞ്ഞെത്തിയ ബാലു രാജിക്കത്ത് കൈമാറുകയായിരുന്നു. ബാലു ജാതി വിവേചന പരാതി ഉന്നയിച്ചിരുന്നു. ബാലുവിന്റെ രാജി സ്വീകരിച്ചെന്ന് ദേവസ്വം ചെയർമാൻ K. ഗോപി പറഞ്ഞു. ആരോഗ്യ വ്യക്തിപരമായ കാരണങ്ങളാണ് രാജിക്കത്തിൽ ബാലു ചൂണ്ടിക്കാട്ടുന്നതെന്നും ദേവസ്വം ചെയർമാൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കഴകം ജോലിയിൽ KDRB റിക്രൂട്ട് ചെയ്ത ബാലു 2/4/2025 തീയതി വരെ ലീവിലായിരുന്നു. അദ്ദേഹം 1/4/2025 തീയതി ഓഫീസിൽ വന്ന് ആരോഗ്യപരമായ കാരണങ്ങളാലും വ്യക്തിപരമായ കാരണങ്ങളാലും കഴകം ജോലി തുറന്നു പോകാൻ സാധിക്കുന്നതല്ല, ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ എന്നെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകിയിട്ടുണ്ട്. തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് ഇനി KDRBക്കും സർക്കാരിനെയും ഈ വിവരം അറിയിക്കും. അതിനുശേഷം സർക്കാരിൻ്റെയും KDRBയുടെയും നിർദ്ദേശപ്രകാരം ദേവസ്വം പ്രവർത്തിക്കും. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ഒപ്പം ചേരുന്നു. ശ്യാം, ഗുഡ് മോർണിംഗ്. വലിയ ചർച്ചയായിരുന്ന ഒരു സംഭവമാണ് ബാലു ജാതി വിവേചനം നേരിടേണ്ടി വന്നു എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ. ഇപ്പോഴിത് രാജിക്കത്തും സമർപ്പിച്ചിരിക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? മൂർത്തി, അതായത് കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരീക്ഷ നടത്തി അഭിമുഖം നടത്തി 1ാം റാങ്ക് നേടിയാണ് ബാലു നിയമനം തേടുന്നത്. അങ്ങനെ നിയമിക്കപ്പെട്ട ശേഷമാണ് പിന്നീട് ബാലുവിൻ്റെ നിയമനത്തിനെതിരെ പ്രതിഷേധവും മറ്റുമൊക്കെ ഉയരുന്നത്. വാര്യർ സമാജവും തന്ത്രിമാരും മറ്റുമൊക്കെ ആയിരുന്നു ബാലുവിൻ്റെ ഈ നിയമനത്തിനെതിരെ പ്രതിഷേധവുമായി ആദ്യഘട്ടത്തിൽ രംഗത്തെത്തിയത്. തുടർന്ന് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ഉത്സവവും മറ്റും കാര്യങ്ങളുമൊക്കെ നടക്കുന്ന ഘട്ടം എത്തിയപ്പോൾ ആ സമയം ഈ പ്രതിഷ്ഠയും മറ്റു കാര്യങ്ങളിലും തന്ത്രിമാരടക്കം പങ്കെടുക്കുകയില്ല എന്ന ഒരു നിലപാടിലേക്ക് എത്തുകയും തുടർന്നാണ് ദേവസ്വം ബാലുവിനെ ഈ കഴക ജോലിയിൽ നിന്ന് ഓഫീസ് ജോലിയിലേക്ക് മറ്റൊരു തസ്തികയിലേക്ക് മാറ്റുന്നത്. തുടർന്ന് അത് വലിയ വിവാദമാവുകയും പിന്നീട് ദേവസ്വം തന്നെ ഈ ബാലുവിനെ കഴക ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ആ ഘട്ടത്തിലാണ് പിന്നെ ബാലു 2 ആഴ്ചയോളം അവധിയെടുത്ത് പോകുന്നത്. അവധി നാളെയാണ്, ഇന്നാണ് ബാലുവിൻ്റെ അവധി തീരുന്നത്. പക്ഷേ അവധി തീരുന്നതിന് തലേ ദിവസം തന്നെ ബാലു എത്തി വ്യക്തിപരമായ കാരണങ്ങളാൽ തനിക്ക് ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നും അതിനാൽ താൻ ഈ ജോലി രാജിവെക്കുന്നുവെന്നുമാണ് ബാലു ഇന്നലെ നൽകിയ ഈ രാജിക്കത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ നാളുകളിലുണ്ടായ പ്രതിഷേധം തന്നെയാണ് ഈ ഇടത്തിൽ ജോലി ചെയ്യാൻ ബാലുവിന് വിസമ്മതനാകേണ്ടി വന്നത്. ഇത് സ്വാഭാവികമായിട്ടും ഇത്രയും വലിയ രീതിയിൽ നമ്മൾ ഉറ്റം കൊള്ളുന്ന കേരളത്തിലാണ് ഇങ്ങനെ ഒരു നടപടി എന്നതാണ് ഏറ്റവും വേദനാജനകം. തീർച്ചയായിട്ടും ശ്യാം.